നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചർച്ച കലാകാരൻ എന്ന വ്യാജേന സമൂഹത്തിൽ വിലസി നടന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. വേടൻ. പേര് കേൾക്കുമ്പോൾ ദളിത് രാഷ്ട്രീയവും വിപ്ലവവും മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ കലാകാരന്റെ യഥാർത്ഥ മുഖം, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ വൃത്തികെട്ട മുഖം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ പീഡിപ്പിച്ചതിനും അതിക്രൂരമായ ലൈംഗിക ചൂഷണത്തിനും കേസെടുത്തിരിക്കുകയാണ് ഈ മാന്യനെതിരെ. ഇതാദ്യമായിട്ടല്ല വേടനെതിരെ ഇതുപോലെ ഒരു ഗുരുതര ആരോപണങ്ങളൊക്കെ ഉയരുന്നത്. മുൻപും മീടു വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ ഒരു വെറും മാപ്പ് പറഞ്ഞ് തടി രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനൊരു മാപ്പ് വീരനാണ് എന്ന് സ്വന്തം പാട്ടിൽ പാടിയാൽ പോലും അതിശയിക്കാനില്ല. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടപ്പോഴും മാപ്പ്, പുലിപ്പല്ല് കേസിൽ കുടുങ്ങിയപ്പോഴും മാപ്പ്, മാപ്പ് പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുതരം മാപ്പ് ഫാക്ടറിയാണോ ഇയാളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ഭീഷണി ഭയന്നും സ്വാധീനത്തിൽപ്പെട്ട് മിണ്ടാതിരുന്ന പലരും ഇപ്പോൾ നിയമ നടപടിക്കായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ശുഭകരമായ മാറ്റമാണ്. കാരണം ഇത്തരം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വേടനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ്. അവന്റെ പാട്ടുകളിൽ ദളിത് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞ് അവന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ കണ്ണടച്ച് അവഗണിച്ച് സർക്കാർ വേദികളിൽ പോലും അവന് ചുവപ്പ് പരവതാനി വിളിച്ചിരുന്നു. കലാകാരൻ എന്ന പട്ടം നൽകി കൊണ്ടാടി. കള്ള് കേസിലും കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലുമെല്ലാം ചെറിയ അളവിലായതുകൊണ്ട് ജാമ്യം കിട്ടിയെന്നും വനം വകുപ്പ് അമിതാവേശം കാണിച്ചുവെന്നും പറഞ്ഞ് വേടനെ ന്യായീകരിക്കാൻ പോലും ചില കോണുകളിൽ നിന്നും ശ്രമം നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു യുവ ഡോക്ടർ ബലാത്സംഗ പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. സ്ത്രീ പീഡകരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ലെന്ന് അവർക്ക് പറയേണ്ടി വന്നു. പാട്ടിലെ ആശയങ്ങളെയാണ് പിന്തുണച്ചതെന്നും വ്യക്തിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കല്ല സംരക്ഷണം നൽകിയതെന്നും പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: കഞ്ചാവും പുലിപ്പല്ലും പീഡനവും നടത്തുന്ന ഇവരെ പോലെയുള്ളവരുടെ ആശയങ്ങൾക്ക് എന്ത് ഉറപ്പാണ് നൽകാൻ കഴിയുക? കള്ളും കഞ്ചാവും അടിച്ചു നടന്ന് പുലിപ്പല്ല് കെട്ടി സ്ത്രീകളെ പീഡിപ്പിച്ച് നടക്കുന്ന ഒരുത്തൻ ഉയർത്തുന്ന ദളിത് രാഷ്ട്രീയത്തിന്റെ ആത്മാർത്ഥത പോലും ചോദിച്ചേയപ്പെടേണ്ടതല്ലേ? ഇതാണോ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ നീതി? എന്തായാലും സർക്കാരിനോട് ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലും വേടന്റെ പാട്ടുകൾ പഠനത്തിന്റെ ഭാഗമാക്കിയെന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കഞ്ചാവും കള്ളും സ്ത്രീപീഡനവും ഒരു ജീവിത രീതിയായി കൊണ്ടു നടക്കുന്ന ഒരാളുടെ കലാപരമായ സംഭാവനകളാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്? ഭാവിയുടെ വാഗ്ദാനങ്ങളായി യുവതലമുറയ്ക്ക് നൽകേണ്ട സന്ദേശമാണോ ഇത്? ഇത് ഏതുതരം പാഠ്യപദ്ധതിയാണ്? ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ ദളിത് സിംഹം എന്നോ ജാതിക്കാട് സിംഹം എന്നോ ഒക്കെ വിശേഷിപ്പിച്ച് സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുന്നത് എന്തിനാണ്? സ്വന്തം നിലനിൽപ്പിനും സ്വാധീനത്തിനും വേണ്ടി ജാതിയെയും രാഷ്ട്രീയത്തെയും ദുരുപയോഗം ചെയ്യുന്ന ഈ പ്രവണതയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണോ? കള്ളും കഞ്ചാവും പീഡനവും ഒരു വശത്ത്, ദളിത് രാഷ്ട്രീയം മറുവശത്ത്. ഇതാണ് നമ്മുടെ നവോത്ഥാനം. ജാതിക്കാട് സിംഹം എന്ന പദവിയിൽ ഒളിച്ചിരുന്ന് ഇനിയും എത്ര പേര് ഇയാൾക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കും? സർക്കാരെ, നിങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാടെടുക്കുമോ അതോ ഇങ്ങനെയുള്ള കലാകാരന്മാരെ ഇനിയും സംരക്ഷിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് സമൂഹം ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്.